Hello friends, welcome back to our channel. അപ്പോൾ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു കറപ്റ്റഡ് വീഡിയോ ഫയൽ എങ്ങനെ ശരിയാക്കി എടുക്കാമെന്നുള്ള ഒരു വീഡിയോ ആണ്. നിങ്ങൾ തമ്മിൽ കണ്ടതുപോലെ തന്നെ ഒരു വെബ്സൈറ്റ് ഉപയോഗിച്ചാണ്. വെബ്സൈറ്റിന്റെ പേര് ഞാൻ വീഡിയോ പറയാം. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. പകുതി കിട്ട് കണ്ടാൽ മനസ്സിലാവത്തില്ല ഉറപ്പാണ്. നിങ്ങൾ മുഴുവനായിട്ട് വീഡിയോ കാണുക. അപ്പോൾ നമുക്ക് ഒട്ടും വൈകിപ്പിക്കേണ്ട, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിന് മുമ്പേ നിങ്ങൾ എൻ്റെ ചാനലിലെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനോടൊപ്പം ബെല്ലൈക്കനെ ക്ലിക്ക് ചെയ്ത് ഉറപ്പായിട്ടും ഓളം ഓപ്ഷൻ ഇപ്പൊ തന്നെ എനേബിൾ ചെയ്ത് അതിനോടൊപ്പം വീഡിയോ കണ്ടതിന് ശേഷം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയറും ചെയ്യുക. അപ്പോൾ എന്താ പറഞ്ഞാൽ സബ്സ്ക്രൈബും ചെയ്യും ചാനലിൽ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് അതിൻ്റെ കറപ്റ്റഡ് വീഡിയോ ഫയൽ ഏതാണെന്ന് നോക്കാം. അതിനുവേണ്ടി അവിടെ ഫയൽസ് ബൈ ഗൂഗിൾ എന്ന ആപ്ലിക്കേഷനാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിനുശേഷം വീഡിയോസ് എടുത്തിട്ട് ക്യാമറ, ഇതാണ് നമ്മുടെ കറപ്റ്റഡ് വീഡിയോ ഫയൽ. നിങ്ങൾക്ക് താഴെ കാണാം വി കാൺ പ്ലേ ദിസ് വീഡിയോ എന്ന് കാണിച്ചു. അപ്പോൾ ഇതാണ് കറപ്റ്റഡ് വീഡിയോ ഫയൽ. വേണമെങ്കിൽ ഒന്നും കൂടി ഓപ്പൺ ചെയ്ത് കാണിക്കാം. വി കാൺ പ്ലേ ദിസ് ഫയൽ കാണിച്ചു. അപ്പോൾ നമുക്ക് ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ fix.video എന്ന് സെർച്ച് ചെയ്യുക. fix.video നേരം ഒരു അത് സെർച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരും. ഇതാണ് നമ്മൾ ഇൻട്രോയിൽ പറഞ്ഞ വെബ്സൈറ്റ്. അപ്പോൾ ഈ വെബ്സൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇത് ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കുറച്ച് പേയ്മെൻറ്റ്സിൻ്റെ കുറച്ച് ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. 10 ഫയൽസ് റിപ്പയർ ചെയ്യാൻ $59. ഡ്യൂറേഷൻ അൺലിമിറ്റഡ് ആണ്. ഫയൽ സൈസും അൺലിമിറ്റഡ് ആണ്. അപ്പോൾ 25 ഫയൽസ് റിപ്പയർ $99. 25 ഫയൽസ്. പിന്നെ ഡ്യൂറേഷന് ഫയൽ സൈസും ഒക്കെ അൺലിമിറ്റഡ് ആണ്. മൊത്തം എല്ലാത്തിനും അൺലിമിറ്റഡ് ആണ്. വേറെ പ്ലാൻ ഒന്നുമില്ല എന്തോന്ന്. പിന്നെ 1 month ആക്സസ് ഉണ്ട്. അത് $149 ആണ്. അത് അൺലിമിറ്റഡ് ഫയൽസ് 1 month, അൺലിമിറ്റഡ് ഡ്യൂറേഷന്, അൺലിമിറ്റഡ് ഫയൽ സൈസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇവർ കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ കാണിക്കുന്നുണ്ട്. അതുപോലെ പല സൈസ് ക്യാമറാസ്, അതുപോലെ മൊബൈൽ ക്യാമറാസ്, അതുപോലെ ഗോപ്രോ, എല്ലാ തരത്തിലുള്ള വീഡിയോസും നമുക്ക് റിപ്പയർ ചെയ്ത് കിട്ടുന്നതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം വിൻഡോസിൽ ഇത് ലഭിക്കുന്നതാണ്. എന്താണെന്ന് വെച്ചാൽ വീഡിയോ റിപ്പയർ ടൂൾ ഉണ്ട്. അതുപോലെ മെമ്മറി കാർഡ് റിക്കവറി ഉണ്ട്. കറക്റ്റായിട്ടുള്ള മെമ്മറി കാർഡ് റിപ്പയർ ചെയ്യുന്നതാണെന്ന് തോന്നുന്നു. അതെനിക്കറിയില്ല. നമുക്കിപ്പോൾ വീഡിയോ ഇതിൻ്റെ അകത്ത് ആൻഡ്രോയിഡിൽ റിപ്പയർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ അപ്ലോഡ് യുവർ ബ്രോക്കൺ വീഡിയോ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇതിൽ MP4, MOV, M4, 3GB, MHF ഫയൽസ് ഈസി ആയിട്ട് ഫിക്സ് ചെയ്ത് കിട്ടുമെന്നാണ് ഇവർ പറയുന്നത്. എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്ലോഡ് ചെയ്ത് നോക്കാം. ഈ പ്ലസ് ഐക്കണെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഇൻ്റർഫേസ്, ഇങ്ങനെ അല്ലെങ്കിൽ മറ്റൊരു രീതിയിലുള്ള നിങ്ങളുടെ മൊബൈൽ ഫോണിൽ വരുന്ന ഇൻ്റർഫേസ്, അല്ലെങ്കിൽ ആൻഡ്രോയിഡ് ഡിവൈസിൽ, അല്ലെങ്കിൽ ടാബ്ലറ്റിൽ വരുന്ന ഇൻ്റർഫേസ് ഇങ്ങനെ വരുന്നതാണ്. അപ്പോൾ അതിൽ ഡോക്യുമെൻറ്റ്സ് ക്ലിക്ക് ചെയ്യുക. അതിന് ശേഷം നിങ്ങൾ ഇതിലേതാണെന്ന് കണ്ടുപിടിക്കുക. ഇതാണ് ഞാനിപ്പോൾ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ വീഡിയോ അപ്ലോഡ് ആവുന്നുണ്ട്. 93.8 MB ആണ്. അപ്പോൾ ഇത് കുറച്ച് ടൈം എടുക്കും. ഇവർ കാണിക്കുന്ന ഇപ്പോൾ 8 അപ്രോക്സിമേറ്റ്ലി 9 minutes ആണ് ഇവർ കാണിക്കുക. ഇപ്പോൾ 11-12 ആയി. അതിങ്ങനെ കുറഞ്ഞും കൂടിയ എനിക്ക് നെറ്റ്വർക്കിൻ്റെ സ്പീഡ് അനുസരിച്ച്.
അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. വെയിറ്റ് ചെയ്യുമ്പോൾ വെറുതെ ഇരിക്കേണ്ട. ഞാൻ മറ്റൊരു കുറച്ച് കാര്യങ്ങൾ പറയാം. ഇൻട്രോയിൽ പറയാൻ ഇതിങ്ങനെ അപ്ലോഡ് ആവുന്ന സമയത്ത് പറയാമെന്ന് കരുതിയാണ് ഇൻട്രോയിലെ പറയാഞ്ഞത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ കറക്റ്റ് ആവുന്ന എപ്പോഴൊക്കെയാണെന്ന് അറിയോ? ഒരു ചാൻസ് എന്ന് വെച്ചാൽ നമ്മൾ വീഡിയോ എടുക്കുമ്പം നമ്മുടെ ഡിവൈസിൻ്റെ ബാറ്ററി എക്സോസ്റ്റ് ആയി ഇപ്പോൾ ബാറ്ററി തീർന്നു പോവുക. അന്നേരം ചിലപ്പോൾ വീഡിയോസ് കറപ്റ്റഡ് ആവാം. ചിലപ്പോൾ അന്നേരം വീഡിയോസ് കറപ്റ്റഡ് ആവാൻ ചാൻസ് കൂടുതലാണ്. ചിലതിലാണെന്നുണ്ടെങ്കിൽ വീഡിയോസ് കറക്റ്റ് ആവാതെ തന്നെ കിട്ടുന്നതാണ്. അന്നേരം റെക്കോർഡിങ് സ്റ്റോപ്പായി കറക്റ്റ് ആവാതെ കിട്ടും. പിന്നെ മറ്റൊരു സാധ്യത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫയൽസ് മൂവ് ചെയ്യുമ്പോൾ കറപ്റ്റഡ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ അതുപോലെ പല ചാൻസിലുണ്ട്. എനിക്ക് ഈ 2 അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പം ബാറ്ററി തീർന്നു പോവുക, അതുപോലെ ഫയൽ ട്രാൻസ്ഫർ ചെയ്ത സമയത്ത് കറപ്റ്റഡ് ആയിപ്പോയ ഈ 2 അനുഭവങ്ങളും എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ മറ്റ് പല കാരണങ്ങളും ഉണ്ടാകും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മറ്റു കുറച്ച് ഡീറ്റെയിൽസ് ഇപ്പോൾ ഇതിൻ്റെ പറഞ്ഞിരിക്കുന്ന അപ്ലോഡ് അഡ്വൈസ്. അപ്ലോഡിങ് ലാർജ് ഫയൽസ് കുഡ് ടേക്ക് സം ടൈം. പ്ലീസ് ഡു നോട്ട് ക്ലോസ് യുവർ ബ്രൗസർ അണ്ടിൽ കംപ്ലീഷൻ. ഇഫ് യുവർ കറണ്ട് അപ്ലോഡ് ഗോട്ട് സ്റ്റക്ക് ഓർ ഇൻ്ററപ്റ്റഡ്, പ്ലീസ് റിഫ്രഷ് ദിസ് പേജ്. F5 കമ്പ്യൂട്ടറിനെ ആണെന്നാണ് കൊടുത്തിരിക്കുന്നതെന്ന് തോന്നുന്നു. ദെൻ ചൂസ് ദ സെയിം ഫയൽ. ക്ലീൻ ഇറ്റ് വിൽ കണ്ടിന്യൂ ഫ്രം വെയർ ഇറ്റ് സ്റ്റോപ്ഡ്. ഇതാന്ന് പറഞ്ഞിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ വലിയ ഫയൽസാണ് അപ്ലോഡ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ കുറച്ച് ടൈം പിടിക്കും. നിങ്ങൾ വെയിറ്റ് ചെയ്യുക. പേജ് ക്ലോസ് ചെയ്യരുത്. ക്ലോസ് ചെയ്യാതെ വെയിറ്റ് ചെയ്യുക. അഥവാ ഇത് സ്റ്റോപ്പായിപ്പോൾ അല്ലെങ്കിൽ ഒരു സ്റ്റക്ക് വന്നു കഴിഞ്ഞാൽ പേജ് റീഫ്രഷ് ചെയ്യുക. അതിനുശേഷം സെയിം ഫയൽ തന്നെ ചൂസ് ചെയ്യുക. അങ്ങനെ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റോപ്പ് ആയിടത്തു നിന്ന് തന്നെ അപ്ലോഡ് ആകുമെന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. പക്ഷെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്ത് നോക്കി. അന്നേരം ഇതിൻ്റെ അകത്ത് പകുതിക്ക് വെച്ച് നിന്നിട്ട് പിന്നെ റീ അപ്ലോഡ് ചെയ്തതാണ്. അത് റീ അപ്ലോഡ് മീൻസ് ഇവർ പറഞ്ഞതിൻ്റെ കൂട്ട് തന്നെ റീഫ്രഷ് ചെയ്തിട്ട് പിന്നെ അപ്ലോഡ് ചെയ്തതാണ്. അത് പക്ഷേ ആദ്യമേ തൊട്ടാണ് വന്നത്. അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ ഫിക്സ് ചെയ്ത വീഡിയോ. അത് ഇവിടെ കുറേ സംഭവങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ഈ ആപ്ലിക്കേഷൻ കുറേ പേര് ഇവിടെ റിവ്യൂസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അതെ, നിങ്ങൾക്ക് വേണമെങ്കിൽ പോസ്റ്റ് ചെയ്ത് വായിക്കാവുന്നതാണ്. ഞാൻ ഇവിടെ ഇത് ഓട്ടോമാറ്റിക്കലി മൂവ് ആവുന്നതാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ പോസ് ചെയ്ത് വായിക്കാവുന്നതാണ്. അപ്പോൾ എത്രയാണ് ഇതിൻ്റെ റിവ്യൂസ് ഇവർ ഹോം പേജിൽ കാണിക്കുന്നത്. അപ്പോൾ അതുപോലെ പിന്നെ റിപ്പയർ കറപ്റ്റ് ട്രാൻകേറ്റഡ് unreadable damaged MP4 MOV M4V 3GP വീഡിയോ ഫയൽസ്. അത്യാവശ്യം മിക്കവാറും എല്ലാ തരത്തിലുള്ള ഫോർമാറ്റിലെയും വീഡിയോസ് ഇവരിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ റിപ്പയർ ഹൈ ഡെഫിനിഷൻ വീഡിയോ ഫയൽസ് ക്രിയേറ്റഡ് ബൈ പ്രൊഫഷണൽ ക്യാമറാസ് ക്രിയേറ്റ് ചെയ്തതുപോലെ എന്ന് വെച്ചാൽ DSLR അതുപോലെ GoPro അതുപോലെ പലതരം ക്യാമറാസ് ഉണ്ട്. അതൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന വീഡിയോസ് വരെ റിപ്പയർ ചെയ്തെടുക്കുമെന്നാണ് ഇത് വെബ്സൈറ്റ് അവകാശപ്പെടുന്നത്. അതുപോലെ വി ക്യാൻ റിക്കവർ വീഡിയോസ് ഫ്രം Canon, Nikon, Sony, Panasonic, Blackmagic, GoPro, iPhone, Dashcam, Android, drones, DJI Phantom, Mavic Pro, Spark, Inspire, Apple ProRes, MHF and many more. ഇതിൻ്റെ അകത്തു നിന്നെല്ലാം ഇവർക്ക് ഫിക്സ് ചെയ്ത് തരുമെന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. അപ്പം അങ്ങനെ വീഡിയോ അപ്ലോഡിങ് കഴിഞ്ഞതിന് ശേഷം കാണാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ വീഡിയോ അപ്ലോഡായി കഴിയുമ്പോൾ ഇങ്ങനെ ഇൻ്റർഫേസിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇവിടെ വി ആർ ട്രൈങ് ടു റിപ്പയർ യുവർ വീഡിയോ, പ്ലീസ് വെയിറ്റ് എന്ന് പറഞ്ഞിട്ട്
ഒരു ഓപ്ഷൻ ഒരു പേജ് കാണും. അപ്പോൾ അവിടെ ഇനിയും കുറച്ച് സമയം പോകും. ഫ്രണ്ട്സ്, നമുക്ക് സ്കാനിങ് കഴിഞ്ഞതിന് ശേഷം കാണാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ വീഡിയോ പ്രോസസ്സിങ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഫ്രീ പ്രിവ്യൂ ഒന്ന് കണ്ടു നോക്കാം. ഇത് നമുക്ക് തരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 14 സെക്കൻഡ്സ് മാത്രമേ നമുക്ക് തരുന്നുള്ളൂ. ബട്ട് നമുക്ക് നോക്കിയാൽ അറിയാം. എന്തേ ഉണ്ടായിരുന്നില്ല. വീഡിയോയുടെ ഒറിജിനൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ ഏകദേശം 31 സെക്കൻഡ് ആയിരുന്നു. 31 സെക്കൻഡ്സ് ആയിരുന്നു നമ്മുടെ വീഡിയോയുടെ ഒറിജിനൽ ലെങ്ത്. പക്ഷേ നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന 14 സെക്കൻഡ്സ് ആണ്. അപ്പോൾ അത് നമുക്ക് സ്മോൾ പ്രിവ്യൂ ഡൗൺലോഡ് ഫുള്ളി റെക്കോർഡഡ് വീഡിയോ എന്നൊരു ഓപ്ഷൻ കിട്ടുന്നുണ്ട്. നമുക്കിവിടെ ഡൗൺലോഡ് ഫുള്ളി റെക്കോർഡഡ് വീഡിയോ എന്നൊരു ഓപ്ഷൻ കിട്ടുന്നുണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്താൽ എന്ത് കിട്ടുമെന്ന് നമുക്ക് ഫ്രണ്ട്സ്, നിങ്ങൾക്ക് കാണാം. കോസ്റ്റ് ഓഫ് റിപ്പയർ $6 എന്നും പറഞ്ഞിട്ടാണ് നമുക്കിവിടെ കാണിക്കുന്നത് ഫുള്ളി റിപ്പയർഡ് വീഡിയോയ്ക്ക്. അപ്പോൾ പൈസ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് റിപ്പയർ ചെയ്ത് കിട്ടും. ഫുള്ളി ആയിട്ടല്ല, ആദ്യത്തെ കുറച്ച് പാർട്ട്. ബാക്കി വേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു കാര്യം ചെയ്യാം, അത് കുറേ റെക്കോർഡ് ചെയ്യുക. അതിന് ശേഷം ആദ്യത്തെ കുറച്ച് പാർട്ടായിട്ട് എടുക്കാം. പക്ഷേ അതിന് ടൈം കൂടുതലെടുക്കും. അപ്പോൾ അങ്ങനെ ചെയ്താൽ ചിലപ്പോൾ കിട്ടിയേക്കാം, ഉറപ്പൊന്നുമില്ല. അപ്പോൾ പൈസ കൊടുത്ത് ശരിയാക്കാമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക. ഇതിപ്പോൾ റിവ്യൂ കുറച്ച്. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ വിചാരിക്കുന്നു നിങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന്. വീഡിയോ ഇഷ്ടപ്പെട്ട ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനോടൊപ്പം ബെല്ലൈക്കണെ ക്ലിക്ക് ചെയ്ത് ഓളം ഓപ്ഷൻ ഉറപ്പായിട്ട് ഇപ്പോൾ തന്നെ എനേബിൾ ചെയ്ത് വെക്കുക. നിങ്ങളെ വീഡിയോ മൊത്തമായിട്ട് കണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പറയാം, മൊത്തമായിട്ട് കണ്ടില്ലെങ്കിൽ മനസ്സിലാവത്തില്ല. ഇനിയും മൊത്തമായിട്ട് കണ്ടവർക്ക് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അങ്ങനെയുള്ളവർ കമൻറ്റ് മൊത്തമായിട്ട് കണ്ടിട്ട് കമൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ഒന്നും കൂടെ വീഡിയോ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് വീഡിയോ ഇഷ്ടപ്പെട്ട ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക. അതുപോലെ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നി മറ്റുള്ളവരിലേക്ക് ഉറപ്പായിട്ട് ഷെയർ ചെയ്യുക. മറക്കരുത്, ഒരിക്കലും മറക്കരുത്. അപ്പോൾ പിന്നെ സബ്സ്ക്രൈബും ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഇറ്റ്സ് മീ അശ്വിൻ സൈനിങ് ഔട്ട്.